ഏതായാലും ഉമ്മക്കൊരു കൊയിലാറ്റക്കാരൻ ഇല്ലാണ്ടായി കൂട്ടിക്കോളി. എന്നാലും വല്ലാത്തൊരു കരുനാക്കരനെ ആ ഔക്കറിന്റെ ഇല്ലേ? അല്ല, ഈ പുത്തമ്പറക്കൽ ആചാര്യത്തേക്ക് ആളെ പറഞ്ഞിട്ട് എന്തായി? അല്ല, അപ്പൊ ആവുന്ന അറിഞ്ഞില്ല. ഔക്കറിനോട് മേലാൽ പുറത്തിറങ്ങി പോരുന്ന ആചാര്യ പറഞ്ഞു. പിന്നെ ഔക്കറല്ലേ പുറത്തിറങ്ങാൻ എടുക്കുന്നത്? നിങ്ങൾ നോക്കിക്കോളി, ഔക്കർ പുറത്തിറങ്ങുകയും ചെയ്യും, ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. എന്താ ജോസഫേട്ടാ എല്ലാരും കൂടി പരദൂഷണം? പരദൂഷണമൊന്നുമല്ല, ഞങ്ങൾ ഔക്കറിന്റെ കരുനാക്കിനെ കുറിച്ചാ പറയുന്നത്. അത് ശരി, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? 40-45 കൊല്ലത്തിനിടയ്ക്ക് ഈ പ്ലാപ്പള്ളി പപ്പൻ കറങ്ങാത്ത നാട് ഈ കേരളത്തിലില്ല. അവിടെ നിന്ന് നിങ്ങൾ പറയുന്ന പോലുള്ള ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോ ഞങ്ങള് പറയണേ നുണയാണെന്ന മെമ്പർ പറയണേ? സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചിലർക്കുണ്ടാവുന്ന അപകടങ്ങളെയും അനർത്ഥങ്ങളെയും കൂട്ടി വായിച്ച് കഥ മെനയുന്നത് ശരിയല്ല. കാറ്റത്ത് പാറിപ്പോയൊരു കൊട പൊട്ടക്കരണ്ടിൽ വീണു, ഇല്ലി ഒടിഞ്ഞു കീറി. അത് ഔക്കറിന്റെ കരുനാക്കാന്ന് പറഞ്ഞ് പോക്കർക്ക ഔക്കറിന്റെ പിന്നാലെ ഓടി. ഓട്ടത്തിനിടയിൽ പോക്കർക്ക കാൽ തെറ്റി വീണ് അപകടവും പറ്റി. ഇതല്ലേ ഒന്ന്? പിന്നെ ഷുക്കൂർ അലി ഒരു കുളിക്ക് 1.5 ലിറ്റർ എണ്ണ ദേഹത്ത് തേക്കുമ്പോ 1-2 തുള്ളി എണ്ണ തൂവാതിരിക്കോ? എണ്ണ ചവിട്ടിയ വഴുക്കും വീഴും ഇല്ലേ? അങ്ങനെയല്ലേ ജോസഫേട്ടാ? അതെ, എന്നാലും ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇല്ലേ? നിങ്ങളൊക്കെ ഔക്കറിന്റെ കരുനാക്കിൽ അന്ധമായങ്ങ് വിശ്വസിച്ചു. എന്റെ മെമ്പറെ, ഇതൊക്കെ മെമ്പറെ പോലെ ന്യായം പറയുന്നവർക്ക് വാദിക്കാവുന്ന കാര്യങ്ങളാ. പക്ഷേ ഈ ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും ഔക്കർ അവിടെ ഉണ്ടായിരുന്നു. പോരാത്തന് ചാത്തം വീണപ്പോ ഔക്കർ പറഞ്ഞ വാക്ക് കേട്ടതിന് സാക്ഷികളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കേരളത്തിൽ എത്ര പേർ തെങ്ങുമെന്ന് വീണ് മരിച്ചിട്ടുണ്ട്? അവരൊക്കെ മരിച്ചത് ഔക്കർ പറഞ്ഞിട്ടാ? മെമ്പറെ, ആദ്യമായിട്ടല്ല ഈ നാട്ടിൽ കാറ്റടിച്ച്, ആദ്യമായിട്ടല്ല ശുക്കൂറിൽ എണ്ണ തേച്ച്, ആദ്യമായിട്ടല്ലല്ലോ ചാത്തൻ തെങ്ങുമ്പ് കയറിയത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ചാത്തന്റെ മരണത്തിന് കാരണം ഔക്കറാണ്. ഓനിനി വെറുതെ വിടാൻ പറ്റൂല. ഓനിനി വെറുതെ വിട്ടാ ഇനിയും നാട്ടിൽ മരണം സംഭവിക്കും. ഒന്നുകിൽ ഓനും ഓന്റെ അമ്മാനും നാട് കടത്തുക, അല്ലെങ്കിൽ ആ പുറക്കം കെട്ട് തീ കൊടുക്കുക. ഇവിടെ മതി, ഇവിടെ മതി. വന്നോ? ഇജെന്താ ഇന്നലെ വരാഞ്ഞേ? ഞാനാകെ പേടിച്ച് നിൽക്കായിരുന്നു. ഇന്നലെ വരാൻ ഇറങ്ങിയതാ ഉമ്മ. അപ്പോഴാ ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന സുലോൺ ചേച്ചിട്ട് അമ്മ മരിച്ച വിവരം അറിഞ്ഞു. പിന്നെ അവിടെ പോയി വന്നപ്പോഴത്തേക്ക് നേരം രാത്രി വരാഞ്ഞ് നന്നായി. കരീം ഇന്നലെ വന്നിരുന്നു. നേലത്തുറച്ച് നിക്കാൻ പറ്റാത്ത പൂസോന്. ഏറെ എങ്കിലാവും വിളിച്ചിട്ടാവും പോയത്. 1 മാസം കൂടി കാത്തുക്കൂന്ന്. അതിനുള്ളിൽ ഓനക്കെന്നെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞമ്മളെ രണ്ടാളെയും കൊല്ലുന്നവൻ പറഞ്ഞു. പിന്നെ ആള് മാത്രം മതിയല്ലോ ഈ നാട്ടില്. ഞമ്മക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് ഓനക്കറിയാം. ഇപ്രാവശ്യം ശമ്പളം കുറവാ. ഇടയ്ക്കൊക്കെ കുറേശ്ശെ വാങ്ങണോണ്ട് മാസം കൂടുമ്പോ വാങ്ങാൻ ഒന്നും കിട്ടുന്നില്ല. ദാ അച്ചാറാ. എന്തിനാ ഈ വരുമ്പോഴൊക്കെ ഈ അച്ചാർ കൊണ്ടുവരണേ? ആരതൊക്കെ തിന്നു തീർക്കാനുള്ളത്? ഇതപ്പോ നന്നായേ. അച്ചാറമ്പനി പണിയെടുക്കണവർക്ക് അച്ചാറല്ല സ്വർണം കൊണ്ടുവരാൻ പറ്റുമോ? ജിപ്പൊ കുളിക്കണ്ട? ഒന്ന് കുളിക്കണം. എന്നാ പോയി കുളിച്ചോ. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പോയി ഉണ്ടാക്കട്ടെ. എന്താ ഒക്കെ ഈ പേടിപ്പിക്കണത്? ഈ എവിടുന്ന നട്ടുച്ചക്ക്? ഞാൻ ചേട്ടാ കാണാൻ വന്നാ. പിന്നെ സത്യായിട്ടും കുഞ്ഞാനെ പറഞ്ഞേക്ക് വന്നേന്ന്. തേങ്ങ ചമ്മന്തിയാ? ഈ വന്ന് നന്നായി. നിനക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കടലമുട്ടായാ? കടലമുട്ടായി ഒന്നുമല്ല, എപ്പോഴും ഒരു കടലമുട്ടായി. എന്താ കാണിക്കണ? എന്നാ വെറുകഞ്ഞി കുടിച്ച് പക്ഷെ നാശായിക്കണ്. നീ കുറച്ച് അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കാലോ. എന്തേ പള്ളേന്റെ അകത്തുള്ള കൂടെ കഞ്ഞിട്ട് അച്ചാറ് പറ്റോ? കൊണ്ടേ വെക്കാം. ഞാൻ നാളെ അടുപ്പിച്ചിട്ട് വരട്ടോ. അല്ല അജ്ജി ഗൾഫിലേക്കൊന്ന് പോണില്ലേ? പോണം. അല്ല അജ്ജി ഇപ്പൊ കുവൈത്ത് തന്നെ അല്ലേ? അതെ. എന്ത്? അല്ല പഴയ പോലെ ഒരു മെച്ചൊന്നും ഇപ്പോ
ഇതാരാ ഔക്കറോ ഈ എവിടെ വരുന്നേ? ഞാൻ റഷ്യാന്റെ അവിടുന്നാ. ഇതെന്താ അച്ചാറോ? ആ ഇതിനക്ക് രസം ഉണ്ടെന്നാ. എന്നാ ശരി. വെറുതെ കണ്ണടി വെച്ച് ഞാൻ നടക്കും. നാത്തു മോറൻ മാറിയാണ്. ഇവന്റെ ഒരു കാര്യം. ഇയാളിത് ഇവിടെ പോയി പോയില്ലേ? ഇങ്ങളിതെവിടെ പോയിരുന്നു? ഇജ്ജ് കണ്ടില്ലപ്പോ പോയത്? ഓരോ തൊള്ളോണ്ടെന്താ പറഞ്ഞാലേ ഞാൻ മയ്യത്തായി പോവും. അല്ല കുവൈത്തിൽ ഇപ്പൊ ആളെടുക്കുന്നുണ്ടോ? എന്തേ? എന്നാ ഇജ്ജ് ഓനാട്ട് കൊണ്ടുപോയിക്കോ. നല്ല കോളായി. നോക്കിയാണി. ആ പറഞ്ഞോ, കേക്കുണ്ട്. പിന്നണ്ടല്ലോ നമ്മളെ ഈ നാമിലുള്ള കറുത്ത പുള്ളി ഉണ്ടായിട്ടാ ഞാൻ പറഞ്ഞൊക്കെ പറ്റണേ. എന്തോ എനിക്കറിഞ്ഞൂടാ. നോക്കിയാണിമ്മ പിന്നണ്ടല്ലോ നാളിനോടേ ആ കബീർ രാമൊക്കെ പറയാണേ നാമിലുള്ള കറുത്ത പുള്ളി ഉണ്ടായിട്ടാണല്ലോ ഞാൻ പറഞ്ഞൊക്കെ പറ്റണത്. എന്നിട്ട് പറയാനേ അത് പോവാനേ വെള്ളാരങ്ങളിലോണ്ട് ഇങ്ങനെ നാമിൽ എറിഞ്ഞാ മതിന്ന്. വെള്ളാരങ്ങളിലോണ്ട് എറിഞ്ഞാ പോവമ്മ എന്റെ നാമിലെ പുള്ളി. അയ്യന്റെ ഔക്കറേ, ഈ ഇങ്ങനെ ഒരു പോയത്തക്കാരനായി പോയല്ലോ. എന്നിട്ട് ഈ ഒരതി ഔക്കറേ ഒന്നരണ്ടാഴ്ച എറിഞ്ഞാക്കി. അപ്പത്തിന് നാമില് ചോരന്ന് അത് വൃത്തി. ഓരോ കുണ്ടന്മാര് പറയണ വർത്താനം കേട്ട് ഈ വണ്ടി മലന്ന് ഉണ്ടാക്കണ്ടോ ഔക്കറേ ട്ടോ. അന്റെ നാമിലുള്ള പുള്ളിയും ഇന്റെ തലയിൽ വരച്ച വരെ മാറ്റണെങ്കിലേ വെള്ളാരങ്കല്ലോ വെള്ളത്തണ്ടോ ഒന്നും പോരാ. ഈയും ഞാനും മയ്യത്താവണം. ഒക്കെ പഠിച്ചോണ്ട് ഒരു കളിയല്ലുമ്മ അല്ലേ? പെട്ടല്ലോ ഈ നാമിലുള്ള പുള്ളിയറ്റ മൂക്കുമ്പോഴായില്ലെങ്കിലോ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ ഉമ്മ? ഉമ്മാന്റെ കുട്ടി വാ. കുട്ടി ഞാരോടൊന്നും പറയാൻ പോണ്ടട്ടോ. ഉമ്മാന്റെ കുട്ടീന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഉമ്മാക്ക് എന്തെങ്കിലും പറ്റിപ്പോണത് വരെ ഉമ്മാന്റെ കുട്ടീനെ ഉമ്മ നോക്കൂ. ഉമ്മ ഇവിടെ ഇല്ല. അതിന് ഞാൻ ഉമ്മാനെ ചോദിച്ചില്ലല്ലോ റസിയ. നിങ്ങളിപ്പോ പോയിക്കോളി, ഉമ്മ വന്നിട്ട് വന്നാ മതി. എങ്ങനെ? നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരരുതെന്ന്. എന്താ റസിയ ഇത്? അങ്ങനെ വരരുതെന്ന് പറഞ്ഞ വരാതിരിക്കാൻ പറ്റണ ബന്ധക്കാരാണോ നമ്മൾ തമ്മില്? പോകാനല്ലേ പറഞ്ഞു? പറയട്ടെ, നിന്റെ ഉമ്മാടെ ഒരേ ഒരു ആങ്ങളുടെ ഒരേ ഒരു മോനല്ലേ ഞാൻ. ഉമ്മയും പാപ്പയും ചത്തുപോയി എനിക്ക് സ്വന്തക്കാരെന്ന് പറയാൻ നിങ്ങളും, നിങ്ങൾക്ക് ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റോ ചക്കരെ? പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ പെണ്ണായി കഴിയേണ്ടവൾ കൂടിയല്ലേ. ആരോട് ഞാൻ നിങ്ങളെ പെണ്ണാണെന്ന്? എനിക്കിഷ്ടമല്ല നിങ്ങളെ. കോഴിനോട് ചോദിച്ചിട്ടാണോ റസിയ നമ്മൾ കോഴീനെ ഇറക്കണത്? അല്ലല്ലോ. ഇറച്ചിക്ക് പൂജയാകുമ്പോ നമ്മൾ കോഴീനെ പിടിക്കും, എന്നിട്ട് അതിനെ അറുത്ത് വയറ് നിറച്ചും കൊതി തീരണവരെ കഴിക്കും. എന്ന് വെച്ചാ എനിക്കൊന്നിനും നിന്റെ സമ്മതം വേണ്ടാന്ന്. എന്റെ സമ്മതമല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയൂല. കഴിയും. ഈ കാര്യം വിചാരിച്ച നിന്റെ ശരീരത്തിൽ എന്തും ചെയ്യാൻ കഴിയും. മാറവിടുന്ന്. ഈ നാട്ടിൽ എനിക്ക് മാത്രമേ അതിന് കഴിയൂ. കാണും നിനക്ക്? വേണ്ട കാണോടി. വേണ്ട വേണ്ട, വരരുത്, എന്റെ അടുത്ത് വരരുത്. വയസ്സറിച്ച നാളു മുതൽ നിന്നെ മോഹിച്ച് നിന്റെ പിറകെ നടക്കാൻ ഞാൻ. ആവും വിധം നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞു അനുസരണയോടെ ഒന്ന് വഴങ്ങിത്തരാൻ. നീ വഴങ്ങിയില്ല. ഒടുവിൽ ഞാൻ നിന്നെ കെട്ടാമെന്ന് വരെ പറഞ്ഞു.
എന്നിട്ടും നിനക്ക് എന്നെ വേണ്ട. എന്നാ എനിക്ക് നിന്നെ വേണം. എന്താ കരിമാക്കല്? കല്ലൂടാ നിങ്ങളെ കൊണ്ടായി പെണ്ണിനെടുത്തെടുക്കാതെ അല്ലെങ്കിൽ തണ്ട് കടിയിൽ ആണുങ്ങളെടുത്ത് പോയി ഇടിക്കുന്നത്. ഞാൻ പോന്നെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആ പിക്കാസ് നായിക്ക് കഴിഞ്ഞ കളിമര കുട്ടികളുടെ കൈയോണ്ടേ അതിനെങ്ങനെ പൊടിച്ചാലേ അതിന്റെ കൈപ്പൽ അളുക്കുന്നാണ് വിട്ടുപോകും. പടച്ചോനെ കുടിച്ചേരും വലുതായ മാറത്തിൽ അവന് കരിനാക്ക് വളയ്ക്കാൻ കണ്ട സമയം. കൂരെ അവിടെ നിന്ന് കൂരെ നമുക്ക് കൂരെ തിന്നല്ലേ ഞാൻ നിന്നേ അനെ കൊല്ലു ഞാൻ. എന്താ ഔക്കറ ഇത്? കൂറെന്റെ മുന്നിൽ കൂടെ അങ്ങനെ ഉസാറായി പറഞ്ഞു നടക്കുക. വീടൂല ഞാനെ പാണ്ടാരന്റെ പള്ളലത് കയറാൻ നോക്കുക. ഈ ആ കൂറിനെ ഒന്ന് ഇവിടെ തന്നെ കുത്തിരുന്നാ മതി കേട്ടോ. ഞാൻ പുറത്തു പോയി വരുന്നാരെ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട. ആവുമ്മ നിന്നോടെ കൊല്ലു ഞാൻ. നിന്നോടെ കിട്ടനെ പോയോ എവിടെ? അവിടേക്ക് ഔക്കറേ ഔക്കറേ ആരേ ഔക്കറേ തറവട്ടത്ത് വന്നോ? ഒക്കെ സുഖയില്ലേ? എവിടെ സുഖാവണ്? പോയ കാര്യം നടന്നില്ല ഔക്കറേ. അയാൾക്ക് 2 കൊല്ലത്തെ ബുക്കിംഗ് കാണുമല്ലേ? ഞാൻ പോവില്ലെനി. കണ്ണില്ലാത്ത എനിക്കെതിരാണ് കാല്. ഊപ്പാപ്പ വിഷമിക്കണ്ട. ഊപ്പാപ്പക്ക് നടക്കാൻ കഴിയാതാവുമ്പോ ഞാൻ വരുന്നുണ്ട് നിങ്ങളൊപ്പം കൈക്ക് പിടിച്ച് നടത്തിക്കാൻ. ഉപ്പാപ്പാന്റെ കൂടെ ഞാനും പോരണ്ട. എന്റെ ഉമ്മാനെ നോക്കിയാതി. ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിലേ ചൂല് വിട്ട് കിട്ടുന്ന കായൊന്നും മതിയാവൂല. ഉമ്മാനൊറ്റയ്ക്ക് നയിക്കാൻ പറഞ്ഞേക്കാതെ ഈയും പോണനി എന്തെങ്കിലും പണിക്കൊക്കെ. പണിക്കോണ് എന്നോട് ഈ പണിക്ക് പുറത്തിറങ്ങരുത് പുത്തമാരക്കൽ ആചാര്യ പറഞ്ഞു. എന്തെങ്കിലും തൊള്ളനാലുണ്ടായാലും എന്നാ കയ്യോണ്ട് തച്ചു വന്നോളും പോലെ പണ്ടിറങ്ങ. ഈ നാവിലുള്ള പുള്ളി എണ്ണ പറിച്ചതൊന്ന് പോയി കിട്ടുക. പലരും തേച്ചില്ലെങ്കിലും പോയിട്ടില്ല. നാക്കടിക്കല് 3 നേരം ഞാന്. അങ്ങനെങ്കിലും ഈ കറുത്ത പുള്ളി ഒന്ന് പോയി കിട്ടല്ലോ വെച്ചിട്ട് അതിനിടയ്ക്ക് ഈ പള്ളേന്റെ അകത്തുള്ള കൂറി ഒരു സോയിലുമില്ല എനിക്ക്. ആരാടാ? ഔക്കറേ ഔക്കറേ അന്നതാ വിളിക്കണം. ഔക്കറേ ഈ ഒന്ന് പുറത്തേക്ക് വാ. ഇങ്ങോട്ട് വാ ഔക്കറേ. ഈ ആ നാവൊന്ന് പുറത്തേ നീട്ടിക്ക. എന്റെ റസിയ വട്ടപ്പാവാടയിട്ട് നടന്ന കാലം തൊട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന മോഹാണ് അവള്. അത് നീയായിട്ട് ഇന്നലെ തകർത്തു. ഇനി ഒരവസരം കൂടി വന്ന അത് മുടക്കാൻ ഒരു കരിനാക്കുമായി നീ ഇനിയോടെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ കരിനാക്കുമായി എന്റെ മുമ്പിൽ വന്ന കൊന്നു
ആരെ പറ്റൊന്നും പറയില്ല, ഞാനൊന്നും പറയില്ല പാപ്പ, ഞാനൊന്നും പറയില്ല പാപ്പ. ലോപിക്കല്ല കുട്ടിയെ. എന്റെ കുട്ടീനെ നാട്ടിൽ ആർക്കും കണ്ടൂടാ. പൊയ്ത്ത പട്ടിനെ കാണുമ്പോലെ എന്റെ ഔക്കറിനെ നാട്ടിലുള്ളോല് കാണുന്ന 10 മാസം ചുവന്ന് പെറ്റുപോയില്ല ഞാൻ. എനിക്ക് കൊല്ലാൻ പറ്റും എന്റെ കുട്ടീനെ. ഓൻ പറഞ്ഞിട്ട് നാട്ടുകാർക്കൊക്കെ എന്തൊക്കെയോ പറ്റുണ്ട് പോലും. എന്റെ കുട്ടി ഇത്രയും കാലം എന്നെ പറഞ്ഞിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ലല്ലോ റബ്ബേ. ഞാൻ അസൂയക്കാര് പറയാണോ സത്യമാണോന്ന് ആർക്കറിയാം. നാളെ നേരം വെളുത്താ ഞാൻ പോവും. നിങ്ങൾ ഉമ്മയും മോനും മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ എനിക്ക് സ്വന്തക്കാരായിട്ട്. എനിക്ക് മരിക്കണവരെ നിങ്ങളൊക്കെ കാണണം. മരിച്ചാ മതിയേന്. ഇതിലും നല്ലതാണ് പാപ്പ. എന്നാൽ ഈ സങ്കടം കാണണ്ടല്ലോ. ഇന്നലക്ക് എന്റെ കുട്ടീനെ തല്ലി ചതയ്ക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ കുട്ടി ചെയ്തത്. കാണാനുള്ള കാശ് തരാത്ത ഈ ആ കരുതാക്കാനാണല്ലോ വരുന്നേ. ഓന്റെ തൊള്ളനെന്താ വന്ന എന്നെ പള്ളിക്കാട്ടിലേക്ക് എടുക്കേണ്ടി വരും. അല്ലോ വിളിച്ചിട്ട് കൊണ്ടുവരില്ല. മൂക്കുന്ന് ചോരാറുണ്ട്. ശ്വാസം മാത്രമേ വിടുന്നുള്ളൂ. ഞാൻ എന്താ ചെയ്യാ? ഈ ഒരു കാര്യം ചെയ്യും, അങ്ങാടി നിന്നൊരു വണ്ടി വിളിച്ചോ. പൈസ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിച്ചോ. ജബ്ബാറുണ്ട് അവിടെ. പടച്ച റബ്ബേ, അല്ലാ കാത്ത്. കണ്ടുമ്മ ഈ ബേജാറായോ? പള്ളിന്ന് കത്തിയാളിപ്പോയി. ഈ വിഷമിക്കണ്ട.
ഉമ്മാക്കൊന്നുമില്ല. വേണ്ട വേണ്ട, എനിക്കുണ്ട്, കിടന്നോളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? തലയിലുള്ളില് കനം പോലെ. ഹേയ്, അതൊക്കെ മാറിക്കോളും. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഓ, ഇതാരാ? എന്റെ മോനാ. ഓ, മാത്രല്ല എനിക്ക് തോന്നേ. അത് ശരി, ഒരു മോനില്ലേ? അതിന് കരയാ വേണ്ടത്? ശരി, ഈ മരുന്ന് കൊടുത്തോളൂ.